ഓരോ ടൈമിൽ ഓരോ പേരാണ്. ഞങ്ങളത് കഴിഞ്ഞത് ഏതാ അറിയോ? നമ്മുടെ ടൈമിലാണ് ഒരു ദക്ഷിണ കേരള സമ്മേളനം നടക്കുന്നുണ്ട്. സമ്മേളനത്തിൻ്റെ ടൈറ്റിൽ ചർച്ച എടുക്കുകയാണ്. അപ്പോൾ ചർച്ച എടുക്കുമ്പോൾ പല സജഷനും വരുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു ഐഡിയോളജി ബേസ് ചെയ്തിട്ടുള്ള വിശ്വാസം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ടൈറ്റിൽ എപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ കുറേ സജഷനാണ്. വേറൊന്ന് സാമൂഹിക പ്രധാനമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് രണ്ടുകൂടി വരുന്നൊരു ടൈറ്റിൽ വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാഹോദര്യം എന്ന് പറയുന്നൊരു തീം ഉയർത്തിക്കൊണ്ട് സാഹോദര്യം പ്രതിരോധമാണ്, അപ്പോൾ വിശ്വാസം അഭിമാനമാണ്, സാഹോദര്യം പ്രതിരോധമാണ് എന്നൊരു ടൈറ്റിൽ നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ടൈറ്റിലാണ് സമ്മേളനമൊക്കെ നടക്കുന്നത്. പാലക്കാട് മുതലമട അംബേദ്കർ കോളനിയിലെ ചക്ലിയ സമുദായവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട്. അത് കുറേ കാലങ്ങളായി അവർക്കെതിരെ വലിയ വിവേചനങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള പൊതു കുടിവെള്ളത്തിൽ നിന്ന് 2 പൈപ്പാണ്. ഒരു പൈപ്പിൽ നിന്ന് ഇവരും ഒരു പൈപ്പിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഹോട്ടലിൽ 2 തരം ഗ്ലാസ്സുകൾ, ഇവർ മാത്രം കയറുന്ന ഹോട്ടലുകൾ. നമ്മൾ അവിടെ ഒരു ഇഫ്താർ, നമ്മൾ അവരോടൊപ്പം ഒരു ഇഫ്താർ ആലോചിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവരുണ്ടാക്കിയ ഭക്ഷണം വേറെ ആരും കഴിക്കൂല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇപ്പം നമ്മൾ ചെയ്തത്, നമ്മൾ ഭക്ഷണത്തിൻ്റെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവർ കൂടി അവർ തന്നെ ഉണ്ടാക്കി, നമ്മളും പങ്കെടുത്ത് നമ്മൾ പുറത്തും കൂടിയിട്ട് അങ്ങനെ ആ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രായമുള്ള ഒരാൾ അതിൽ പറയുന്നു, എനിക്ക് ഇത്ര വയസ്സായി, എൻ്റെ ജീവിതകാലത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങളല്ലാത്ത വേറൊരു കൂട്ടർ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നമ്മളൊരു ക്യാമ്പസ് കോൺഫറൻസ് നടത്തിയിരുന്നു. ആ സമയത്ത് SIOയും GIOയും ഒരുമിച്ചാണ് നടത്തിയത്, നമ്മുടെ ശാന്തപുരത്ത് വെച്ചിട്ട്. അതിൻ്റെ ടൈറ്റിൽ സൗന്ദര്യമുള്ള ജീവിതത്തിന് വിശ്വാസത്തിൻ്റെ കരുത്ത് എന്നായിരുന്നു. അപ്പോൾ ശരിക്കും ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വരണ്ട ഒരു സാധനം, ഒരു കളറും ഇല്ലാത്തൊരു സാധനം. ശരിക്കും നമ്മൾ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഒരു ഐഡിയോളജി കൂടിയാണ് എന്നത് ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടിയാണ് അങ്ങനത്തെ ഒരു ടൈറ്റിൽ നമ്മൾ നടത്തുന്നത്. ഊടും പാവും എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, നമ്മളവിടെ ഒരുക്കിയിരുന്നു. നജീബ് അഹമ്മദിൻ്റെ വീടുണ്ടായിരുന്നു, അതിൽ ഒരു റൂം. നജീബ് ഇല്ലാത്ത ഒരു വീട് അല്ലെങ്കിൽ റൂം എങ്ങനെയാണെന്നുള്ളത്, കുറച്ച് ഖബറുകൾ അവിടെ ഒരുക്കിയിരുന്നു നമ്മൾ. ഖബർ, പിന്നെ ലൈവ് ഖബർ എന്നുള്ള രൂപത്തിൽ ഖബർ ഉണ്ടായിരുന്നു. അപ്പോൾ സംഘപരിവാറിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഖ്ലാഖ്, അങ്ങനെ തുടങ്ങിയ ഓരോ ആളുകളുടെയും ഖബറുകൾ. അപ്പോൾ അത് ശരിക്കും ആളുകളെ ഭയങ്കര ഒരു ടച്ച് ചെയ്ത, നമ്മളോടൊപ്പം ജീവിച്ച കുറേ മനുഷ്യർ എന്തുകൊണ്ട് ഈ ഖബറിൽ കിടക്കേണ്ടി വരുന്നു. അല്ല, സാഫിർ സായിൻ്റെ അതെപ്പം കഴിഞ്ഞോ? അവിടെ യൂണിറ്റ് സമ്മേളനം വരുന്നുണ്ടല്ലോ. ഈ സംവേദന വേദി എന്ന് പറയുന്നത് SIOൻ്റെ എക്കാലത്തും ഭയങ്കര ഒരു ആകർഷണീയമായ ഒരു കാര്യമാണ്. ഒരു അസ്വഹാബ എന്ന പേരിലൊരു പാട്ടിൻ്റെ ഒരു സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ, അവരുടെ ഒരു സുഹബത്ത്, റസൂലിൻ്റെ സുഹബത്തിൽ വളർന്ന ആ കൂട്ടർ, ഓരോരുത്തർക്കും ഓരോ ചരിത്രമാണ് ശരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ജമീൽ സാഹിബിനെ മനോഹരമായിട്ട് എഴുതുമല്ലോ, അവർ വളരെ മനോഹരമായിട്ട് എഴുതിയത് പാട്ടാക്കിയൊരു സീരീസ് സ്വഹാബ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടൈമിലാണ് ഇറങ്ങുന്നത്. അത് ഇപ്പോഴും കേൾക്കുന്ന, ശരിക്കും അതൊരു നമ്മളിങ്ങനെ ഒറ്റക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട്. നമ്മൾ ഓരോ ടൈം കഴിയുമ്പോഴേ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് പിന്നെ ടൈം കഴിയുമ്പോൾ പേര് മാറ്റും. ഓരോ ടൈമിൽ ഓരോ പേരാണ്. ഞങ്ങളത് കഴിഞ്ഞത് ഏതാ അറിയോ? യെസ്, ശരിക്കും നമുക്കൊരു കിനാവ് ഉണ്ടാവണം എന്നത്, അതിപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു മെമ്പേഴ്സ് മീറ്റ് നടക്കുമല്ലോ, ലാസ്റ്റ് വിടവാങ്ങൽ സമയമായിരിക്കും. ശരിക്കും അത് ഒരു ടേമിൻ്റെ അവസാനം മാത്രമല്ല, നമ്മുടെ SIO കാലം കൂടി കഴിയാണ്. ശരിക്കും ആ ഒരു സംസാരം നമ്മളുടെ ഒരു വിടവാങ്ങൽ സംസാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും അത് വരുന്നത് ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. കുറേ കാലം SIOൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നു, SIOന്ന് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും വലുത് നമ്മളുടെ കൂടെയുള്ള ഒരു കൂട്ടം. ആ ഒരു ബന്ധവും സൗഹൃദം എന്ന് പറഞ്ഞത് വേറൊരു കാര്യം തന്നെയാണ്. അപ്പം അത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ആ ബന്ധം ഇനിയും ഉണ്ടാവും, പക്ഷെ ഒരു SIO എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവസാനിക്കുകയാണല്ലോ. ശരിക്കും അതൊരു വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ പിരിയുമ്പോഴും അനശ്വരമായൊരു ലോകത്ത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സംഗതി നമുക്കുണ്ടല്ലോ. ശരിക്കും ആ ഒരു ഫീലിൽ നിന്ന് കൂടി വരുന്ന ഒരു സംസാരമാണ്.